കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. MK രാഘവൻ MP മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ ഉപവാസം ആരംഭിക്കും. പിന്തുണയുമായി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ സമരപ്പന്തലിലെത്തും. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. ഇന്ന് ഷഹദ്, ദിവസങ്ങളായുള്ള പ്രശ്നമാണ്. അതിൽ ഇന്നലെ ഈ പ്രശ്നപരിഹാരത്തിനായുള്ള ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷേ പ്രിൻസിപ്പൽ കൈമലർത്തുകയാണ് ഉണ്ടായത്. ഇത് സർക്കാർ തലത്തിൽ വരേണ്ട തീരുമാനമാണ്. ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ട് തിങ്കളാഴ്ച. അതിനുശേഷം ഒരു തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് വലിയ പ്രതിഷേധമുയർത്തുന്നു, ഉപവാസത്തിലേക്ക് കടക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ ഷഹദ് റഹ്മാൻ? വിജിത്ത്, ഇത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. മലബാറിലെ 6 ജില്ലകളിലെ ആളുകളാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1 കോടിയിലധികം ആളുകൾ ഈ ഒരു മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട് ഒരു വർഷം എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ മരുന്ന് ക്ഷാമം അതിരൂക്ഷമായി തുടരുന്നു. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാരുടെ അപര്യാപ്തത അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഈ മരുന്ന് പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇത് മുൻപും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മരുന്ന് കമ്പനികൾക്ക് പണം കൃത്യമായി നൽകാത്തതിന്റെ പേരിൽ അവർ ഇത്തരത്തിൽ ഈ വിതരണം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് വലയുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ നിർധരരായ ജനങ്ങളാണ്, അല്ലെങ്കിൽ രോഗികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഈ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ചർച്ച കൊണ്ട് കാര്യമായിട്ട് ഫലമുണ്ടായില്ല എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം മരുന്ന് വിതരണം അടിയന്തരമായി ആരംഭിക്കും. പക്ഷേ ഈ മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള തുക അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് തങ്ങളല്ല, അത് സർക്കാർ തലത്തിലാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുമായിട്ട് അടുത്ത ദിവസം ചർച്ച നടത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും എന്നുള്ളതായിരുന്നു ഇന്നലെ ചേർന്ന യോഗത്തിൽ ഏറ്റവും ഒടുവിൽ ഉരുതിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനം എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി MK രാഘവൻ MPയുടെ നേതൃത്വത്തിലാണ് 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിക്കുന്നത്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും കൂടാതെ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളുടെയും ഐക്യദാർഢ്യം ഈ സമരത്തിനുണ്ട്. ശരി, ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.